ഗസ വെടിനിർത്തൽ ചർച്ച ഖത്തറിൽ സജീവം. ഇസ്രായേലിൽ നിന്നുള്ള മൊസാദ് സംഘം വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഉടൻ ദോഹയിലെത്തും. ഹമാസ് അംഗീകരിച്ച കരട് നിർദ്ദേശങ്ങൾ പുറത്തുവന്നു. ഗസയിലെ ഔദ ആശുപത്രിയും ഇസ്രായേൽ തകർക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ ഇന്ന് കൊന്നത് 52 പേരെയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് BK സുഹൈൽ ചേരുകയാണ്. സുഹൈൽ, വെടിനിർത്തൽ ചർച്ചയിൽ എത്രത്തോളം പുരോഗതിയുണ്ട്? ഹമാസ് അംഗീകരിച്ച കരട് നിർദ്ദേശങ്ങളിൽ എന്തൊക്കെയാണ് പറയുന്നത്? ദിവ്യ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗസ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമാകുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തറിലെ ദോഹയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും എല്ലാം പങ്കാളിത്തം ഇതിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ അതിൻ്റെ ഒരു ഒന്നാം ഘട്ട ചർച്ചയുടെ ഒരു കരട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അത് ഹമാസ് അംഗീകരിച്ചിട്ടുള്ള കരട് നിർദ്ദേശങ്ങളാണ്. അതിലൊന്ന് 3 ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ വെടിനിർത്തൽ ഉണ്ടാവുക. 42 ദിവസം വീതമാണ് ഓരോ ഘട്ടവും ഉണ്ടാവുക. ആദ്യത്തെ 42 ദിവസത്തിൽ തെക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങും. അതിനു പകരമായി 33 ബന്ദികളെ ഇസ്രായേലിന് ഹമാസ് വിട്ടു നൽകും. രണ്ടാമത്തെ ഘട്ടത്തിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഗസയുടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങും. അതിനു പകരമായി മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് ഹമാസ് വിട്ടുകൊടുക്കും. മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് പൂർണ്ണമായ ഒരു പുനഃക്രമീകരണത്തിൻ്റെ ഗസയുടെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. ഈ 2 ഘട്ടവും അവസാനിച്ചതിന് ശേഷം, അതായത് പൂർണ്ണമായി എല്ലാ ബന്ദികളെയും തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കുകയും ഗസ വീണ്ടും പുനർനിർമ്മാണത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടുള്ള ഒരു വെടിനിർത്തൽ ചർച്ചയുടെ കരട് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഹമാസ് അംഗീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹമാസ് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഹമാസ് പറഞ്ഞത് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും എല്ലാ സൈനികരും ഗസയിൽ നിന്ന് വിട്ടുപോയാൽ മാത്രമേ തങ്ങൾ വെടിനിർത്തലിലേക്കുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ, ആദ്യത്തെ ഘട്ടത്തിൽ പൂർണ്ണമായും പിൻവാങ്ങിയിട്ടില്ല എങ്കിൽ പോലും, അതായത് തെക്കൻ ഗസയിൽ നിന്ന് പിൻവാങ്ങിയാൽ മാത്രം വെടിനിർത്തലിന് തയ്യാറാകുന്നു എന്നൊരു ശുഭസൂചന ഇപ്പോൾ ഹമാസ് നൽകുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ കരട് നിർദ്ദേശങ്ങളെക്കുറിച്ച് ഇസ്രായേൽ പറയുന്നത് ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേലിൻ്റെ സേന പിൻവാങ്ങുക എന്നുള്ളതും അതേപോലെ തന്നെ ഗസ വീണ്ടും ഒരു പുനരേകീകരണം നടക്കുക എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ലാത്തതാണ്. ഹമാസിൻ്റെ കൈകളിലേക്ക് വീണ്ടും ഗസ പോകുന്നതിന് അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൊസാദിൻ്റെ സംഘം ഇസ്രായേലിൽ നിന്നും എത്രയും അടുത്ത സമയത്ത് തന്നെ ദോഹയിലെത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ മൊസാദിൻ്റെ സംഘം എത്തിക്കഴിഞ്ഞ് അവരോട് കൂടി മധ്യസ്ഥർ ചർച്ച നടത്തുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ കരട് നിർദ്ദേശങ്ങളിൽ ഭേദഗതികൾ വരിക. അങ്ങനെ ഭേദഗതികൾ വരുത്തുമ്പോൾ അതിനെ ഹമാസ് അംഗീകരിക്കുമോ എന്നുള്ളത് പ്രധാനമാണ്. ഏതായിരുന്നാലും ഒരു കാര്യം തീർച്ചയാണ്, ജനുവരി 20-നാണ് അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ പോകുന്നത്. ഈ അധികാര കൈമാറ്റത്തിൻ്റെ മുമ്പ് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള ഒരു നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന് നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചില വിട്ടുവീഴ്ചകൾക്ക് നെതന്യാഹുവും തയ്യാറാകും എന്നാണ് കരുതുന്നത്. അങ്ങനെയാകുമ്പോൾ തീർച്ചയായും ജനുവരി 20-ന് മുമ്പ് ഒരു വെടിനിർത്തൽ ഫോർമുല ഉരുത്തിരിഞ്ഞു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും മറുഭാഗത്ത് ഗസയിൽ വലിയ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ. 50-ലധികം പേരാണ് 24 മണിക്കൂറിൻ്റെ ഗസയിൽ കൊല്ലപ്പെട്ടത്. നിരവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കം വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും മധ്യ ഗസയിലും ആകെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഗസയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായ അൽ-ഔദ ആശുപത്രി, ഈ ആശുപത്രിയെയും ഇസ്രായേൽ തകർക്കുകയാണ്. 100ഓളം രോഗികൾ അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രോഗികളോടും അവിടെയുള്ള മുഴുവൻ ആരോഗ്യ പ്രവർത്തകരോടും എത്രയും പെട്ടെന്ന് ആശുപത്രി ഒഴിയണം എന്ന ഒരു ഭീഷണി തന്നെ ഇസ്രായേൽ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തയ്യാറാവാത്തതുകൊണ്ട് ആശുപത്രിയുടെ മുമ്പിൽ ബോംബിട്ടുകൊണ്ട് 2 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇല്ല എങ്കിൽ അടുത്ത ബോംബ് ആശുപത്രിയിൽ വീഴും എന്നൊക്കെയാണ് ഭീഷണി മുഴക്കുന്നത്. അപ്പോൾ ഗുരുതര രോഗികളായിട്ടുള്ള ആളുകൾ അല്ലാതെ ആശുപത്രിയിലുണ്ട്. നമ്മൾ കണ്ടു, കഴിഞ്ഞ ആഴ്ചയിൽ വടക്കൻ ഗസയിലെ നിരവധി ആശുപത്രികൾ തകർത്ത് തരിപ്പണമാക്കുകയും അവിടെ തീ വെക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കമാൽ അദ്വാൻ ആശുപത്രിയിൽ കണ്ടു. സമാനമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ അൽ-ഔദ ആശുപത്രിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. സുഹൈൽ, ഇവിടെ വെടിനിർത്തൽ ചർച്ച പരിശോധിക്കുമ്പോൾ ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് ഒരു വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശവും ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കടും പിടുത്തത്തിന് നെതന്യാഹു തയ്യാറാകുമോ? നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ വിക്ടറി, സമ്പൂർണ്ണമായ വിജയം, അതാണ് താൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് നെതന്യാഹു. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിച്ചാൽ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കാൻ പോവുകയാണ്. പിന്നീട് ഇസ്രായേലിന് ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. ആ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു വിജയിക്കാനുള്ള സാധ്യത
കുറവാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. അതോടൊപ്പം പലതരത്തിലുള്ള അഴിമതി കേസുകൾ ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ് നെതന്യാഹുവിനെതിരെ. ആ കാരണങ്ങൾ കൊണ്ടെല്ലാം ഈ യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നെതന്യാഹുവിൻ്റെ താല്പര്യം. പക്ഷേ അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു യുദ്ധമാണ് ഗസ യുദ്ധം. അമേരിക്ക എപ്പോൾ അവസാനിപ്പിക്കാൻ വിചാരിച്ചാലും അപ്പോൾ അവസാനിക്കാവുന്ന ഒരു യുദ്ധം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കക്ക് ഇസ്രായേലിന് ഗസ അധിനിവേശം സാധ്യമാവില്ല. നെതന്യാഹുവിന് ട്രംപ് നൽകിയിട്ടുള്ള നിർദ്ദേശം, ട്രംപ് ഈ പ്രചാരണ വേളയിലും അതേപോലെ തന്നെ വിജയിച്ച ആദ്യ പ്രസംഗത്തിലും പറഞ്ഞത് ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും താൻ അവസാനിപ്പിക്കും, യുക്രൈൻ യുദ്ധവും ഗസ യുദ്ധവും അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ട്രംപ്. ഈ ട്രംപ് നെതന്യാഹുവിന് നൽകിയിട്ടുള്ള നിർദ്ദേശം എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതിന് ചില ഓഫറുകൾ ട്രംപ് നെതന്യാഹുവിന് നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം വെസ്റ്റ് ബാങ്കിൻ്റെ അനക്സേഷനാണ്. അതായത് വെസ്റ്റ് ബാങ്കിനെ പിടിച്ചെടുക്കാൻ 60% പൂർണ്ണമായും പിടിച്ചെടുക്കാൻ നെതന്യാഹുവിന് ട്രംപ് അനുമതി നൽകും എന്നുള്ളതാണ് അതിലൊരു നിർദ്ദേശമായി വരുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾക്ക് ഓഫർ വെച്ചുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാകും എന്ന് കരുതുന്ന ആളുകൾ ആണ് അന്താരാഷ്ട്ര രംഗത്ത് കൂടുതലുമുള്ളത്.